another section. So today we are going to discuss about coordinate geometry. You know the world of coordinate geometry. It helps us in many ways. Actually, coordinates എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അഡ്രസ്. അതെ, നമുക്കിപ്പം നമ്മുടെ വീട് അഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പോസ്റ്റൽ ലെറ്റേഴ്സ് ഒക്കെ വരും എന്ന് പറഞ്ഞ പോലെ കോർഡിനേറ്റ്സ് ആക്ച്വലി എൻ അഡ്രസ്. അതായത് ഏത് പോയിന്റിൽ ഏത് ലൊക്കേഷനിൽ ഒക്കെ അപ്പം നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി വെൻ യു നോ ഫ്ലൈറ്റ്സ് എയർക്രാഫ്റ്റ്സ് ഒക്കെ പോകുമ്പോൾ അതിന്റെ പൊസിഷൻസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആണ് കോർഡിനേറ്റ് ജോമെട്രി. യു നോ ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ദിസ് ഇൻ അവർ ഡെയിലി ലൈഫ് അല്ലെ? സോ ഇതിനെ പറ്റിയാണ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. നൗ ഇഫ് യു സീ, നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാല് ഒരു പോയിന്റ് എക്സ് ആക്സിൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ പെക്യുലാരിറ്റി? അതിന്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന പോയിന്റ്സിൽ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ടു ഫൈൻഡ് വെദർ ദ ഏത് പോയിന്റ് ആണ് എക്സ് ആക്സിൽ കിടക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാൻ ഓരോന്നൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. 2 0 എവിടെയായിരിക്കും വരിക? എക്സ് ആക്സിൽ 2ഉം വൈയിൽ 0ഉം. ദിസ് ഇസ് എ പോയിന്റ് 2 0. ആൻഡ് എവിടെയായിരിക്കും 0 2 വരിക? 0 2 എന്ന് പറയുമ്പോൾ 0 ഇവിടെ, അതിൽ നിന്ന് വൈയിലോട്ട് 2 പോയിന്റ് പോകണം അല്ലെ? സോ 0 2 ഓവർ ഹിയർ. ആൻഡ് 1 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ലൈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്, അതായത് 1 1 ഇറ്റ് ഈസ് ഓവർ ഹിയർ. പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് 1 1 എന്ന് പറയുന്നത്, ആണല്ലോ. നൗ വാട്ട് ഇസ് 3 4 എവിടെ കിടക്കും? 1 2 3 3 ഇവിടെ, 4 എന്ന് പറയുമ്പോൾ മുകളിലോട്ട് വൈയിലോട്ട് പോകണം. 3 4 ഇവിടെയും കിടക്കും. നൗ ഫ്രം ദിസ് ക്യാൻ യു പോയിന്റ് ഔട്ട് വിച്ച് പോയിന്റ് ഇസ് ലൈങ് ഓൺ ദി x axis? Definitely this point, that is 2 0 is the point which lies on the x axis. Already നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, നൗ ഇഫ് I ask you 2 points 2 3 and 5 3, what can you say about this line? നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെ 2ഉം ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ് 5, ഇതിന്റെ y കോർഡിനേറ്റ് എന്താണ് 3 ആൻഡ് ഇതിന്റെ y കോർഡിനേറ്റ് 3. അതായത് y കോർഡിനേറ്റുകൾ സെയിം ആണ്, ബട്ട് എക്സ് കോർഡിനേറ്റ് ഡിഫറെന്റ് ആണ്. അങ്ങനെയാകുമ്പം what can you say about this line? All points with the same y coordinate are on a line parallel to the x axis. അപ്പൊ ഞാൻ ഈ ലൈൻ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ this line is parallel to the x axis ആയിരിക്കും, ആണല്ലോ. കാര്യം എന്താണ്? ബിക്കോസ് ഇതിന്റെ y കോർഡിനേറ്റുകൾ സെയിം ആണ് അല്ലെ? ഇറ്റ് ഈസ് ദാറ്റ് ഡിസ്റ്റൻസ് 3 above ആണ് നിൽക്കുന്നത്, ബട്ട് എക്സ് ആക്സിൽ ഡിഫറെന്റ്, അതായത് ഹൊറിസോണ്ടലി അവർ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. അതായത് ഈ ഒരു ഐ പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൈയുടെ നേരെ മാറുന്നു. ദിസ് ഇസ് എ ലൊക്കേഷൻ. ഓക്കെ, ഇപ്പൊ 2 3 5 3 എന്ന് പറയുന്നത് പോയിന്റ്സ് വിത്ത് സെയിം y കോർഡിനേറ്റ് ആണ് ആൻഡ് ദ ലൈൻ ഇസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി പെയർ ഓഫ് സച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി സച്ച് പോയിന്റ്സ് 5 minus 2 ചെയ്താൽ മതിയല്ലോ, വിച്ച് ഇസ് നത്തിങ് ബട്ട് 3. ഇത് തമ്മിൽ, ഈ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലൊന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. അണ്ടർസ്റ്റുഡ്? ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് നമ്മൾ എടുക്കാണ്. അപ്പം ഈ ഒരു പോയിന്റ് നെക്സ്റ്റ് നമ്മൾ പോയിന്റ് എടുക്കാണ് 2 0 and 5 0. നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റുകൾ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഡിസ്റ്റൻസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? 5 minus 2, the x difference of 5 minus 2 എന്തായിരിക്കും? 3 തന്നെയായിരിക്കും. ഇതേ ഡിഫറൻസ് തന്നെയാണല്ലോ ഇവിടെയും കാണുക. The difference is 3. So all points to the same x coordinate are on a line parallel to the y axis, and distance between any such pair of points is nothing but it's the difference of their y coordinates. Okay, so നമ്മളിപ്പോ കണ്ടു ഇതില് ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് 2 0 and 5 0 തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 ആണ്, 2 3 5 3 തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 ആണ്. Now what about this 2 3 and 2 0? ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 2 2 they are both the x കോർഡിനേറ്റുകൾ സെയിം ആണ്. എക്സ് കോർഡിനേറ്റുകൾ സെയിം ആകുമ്പോൾ ഇനിയും ഇതിന്റെ y കോർഡിനേറ്റ് ആണ് ഡിഫറൻസ്. അങ്ങനെയാകുമ്പോൾ ഈ പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 3 minus 0 equal to 3, അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വരും. അതായത് നമ്മൾ പോയിന്റ്സ് രണ്ടും ഡിഫറെന്റ് ഹൈറ്റിലാണ് നിൽക്കുന്നത് അല്ലെ? ഇനി 5 3 ഉം 5 0 നോക്കിയാലും 5 5, എക്സ് കോർഡിനേറ്റ് സെയിം, 3 0, അതായത് വൈയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. സോ വാട്ട് ഇസ് ദ വൈ ഡിഫറൻസ്? 3 minus 0 is equal to 3. അതായിരിക്കും ഇതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്. ഓക്കെ, ഹൊറിസോണ്ടലി നോക്കുമ്പോൾ
എക്സ് കോർഡിനേറ്റുകൾ കമ്പയർ ചെയ്യുക, യു ഗെറ്റ് 3. മുകളിലും താഴെയും 3 ആയിരിക്കും. ഇനിയും മുകളിലും താഴെയും നിൽക്കുന്ന ഹൈറ്റുകൾ ഡിഫറൻസ് ഉള്ള പോയിന്റ്സ്, അത് ഹൈറ്റുകൾ ഡിഫറൻസ് നോക്കിയാൽ മതി. ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം വൈയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. സോ വൈ ഡിഫറൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സച്ച് പെയർ ഓഫ് പോയിന്റ്സ്. അണ്ടർസ്റ്റുഡ്? ലെറ്റ്സ് സീ സം പ്രോബ്ലംസ്. The coordinates of 3 vertices of a parallelogram are given. Find the coordinates of the 4th vertex. So, നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. The coordinate of 3 vertices തന്നിട്ടുണ്ട്. അതായത് 0, 0, 6, 2, 3, 5. നമുക്ക് 4th vertex, അതായത് ഇപ്പൊ ഞാൻ A, B, Z, T എന്ന് പറഞ്ഞാൽ C vertex ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? You can see over here, നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിൾസ് ഫോം ചെയ്യാം അല്ലെ? ഈ ഒരു ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇതിനെ ജോയിൻ ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുന്നു. അതേപോലെ തന്നെ ഈ പോയിന്റിൽ നിന്നാണെങ്കിൽ നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻസ് മീറ്റ് ചെയ്യുന്ന അത്രയും ജോയിൻ ചെയ്യാം. സോ ദിസ് ഇസ് എ ഫിഗർ. ഓക്കെ, യു ക്യാൻ സി ഓവർ ഹിയർ. ഇനി നമ്മൾ ഇതിലൊന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുക? ഈ ഒരു 6, 0 എന്നുള്ള കാര്യം എന്താണ്? ഇത് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 6, 2 ആണെന്നുള്ളതല്ലേ? ദിസ് ഇസ് യുവർ ബി വേർട്ടെക്സ്, ദിസ് ഇസ് യുവർ എ വേർട്ടെക്സ്, ദിസ് ഇസ് യുവർ സി ആൻഡ് ദിസ് ഇസ് യുവർ ഡി. അപ്പൊ ബി വേർട്ടെക്സ് തന്നിട്ടുണ്ട് 6, 2. ഇതിനെ ഞാൻ താഴേക്കാണ് പ്രൊജക്ട് ചെയ്തത്. അതായത് അതിനർത്ഥം എന്താണ്? അതിന്റെ എക്സ് കോർഡിനേറ്റുകൾ മാറുന്നില്ല. അതെപ്പോഴും ഓർക്കുക. ഹൈറ്റ് ഡിഫറൻസ് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് വൈ ഇസ് ചേഞ്ചിങ് അല്ലെ? അപ്പം ഈ ആദ്യത്തെ കോർഡിനേറ്റ് 6 ആണെന്നുള്ള മനസ്സിലാവും. ഇനിയും ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ നമുക്കറിയാം they are lying on the same horizontal distanceകൾ ഡിഫറൻസ് ഉണ്ട് അല്ലെ? they are lying on the same height ഡിഫറൻസ് ഇല്ല, horizontal ഡിഫറൻസ് ആണ് വ്യത്യാസം. അപ്പോൾ horizontal ഡിഫറൻസ് എത്രയായിരിക്കും വരിക? 0യും ഇത് 6 ആണ്. ആ 6നെയാണ് നമ്മൾ താഴേക്ക് പ്രൊജക്ട് ചെയ്തേ. സോ 6, ഇനി ഹൈറ്റിൽ ഏതായിരിക്കും വ്യത്യാസം വരുവോ? ഇല്ല. കാര്യം ഇത് 0യിൽ നിൽക്കുന്ന പോയിന്റ് ആണ്, അതേ ലെവലിൽ തന്നെ ഇത് നിൽക്കുന്നത്. സോ ദ പോയിന്റ് ഹിയർ ഇസ് 6, 0 ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ് ഡിഫറൻസ് നോക്കിയേ. അതായത് ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് അല്ലെ? 0, 0 നമ്മുടെ ഒറിജിനൽ പോയിന്റും 6, 0 എന്ന് പറയുന്നത് എക്സ് ആക്സിൽ ലൈ ചെയ്യുന്ന പോയിന്റ്. നമ്മൾ പഠിച്ചു എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ x2 മൈനസ് x1 ആയിരിക്കും ആണല്ലോ. സോ 6 is the distance over here. Now ഈ 2 പോയിന്റ്സ് 6, 2, 6, 0 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റുകൾ സെയിം ആണ്, ബട്ട് ദ വൈ കോർഡിനേറ്റ് ഇസ് ചേഞ്ചിങ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2 മൈനസ് 0, 2 കിട്ടും. ഇനി ഇതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ 6ഉം, ഇതേ ഹൈറ്റ് ഡിഫറൻസ് തന്നെ ആയിരിക്കും ഇവിടെയും 2ഉം വരിക. കാര്യം എന്താണ്? ബിക്കോസ് 2 ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്നു. 6 ബേസും ഹൈറ്റ് 2ലെ ട്രയാങ്കിൾസ് സെയിം ആയിരിക്കുമല്ലോ. ആൻഡ് മോർ ഓവർ ഇറ്റ് ഇസ് എ പാരലോഗ്രാം അല്ലെ? ഈ ഒരു പാരലോഗ്രാം നമുക്കറിയാം സൈഡ്സ് എല്ലാം ഓപ്പോസിറ്റ് സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്, റൈറ്റ്? അപ്പൊ നമുക്ക് ഈ 3, 5ന്ന് 6 നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? അലോങ് ദി എക്സ് ആക്സിസ് അല്ലെ? അപ്പം 3യുടെ കൂടെ 6 ആഡ് ചെയ്തേ, വാട്ട് യു വിൽ ഗെറ്റ്? 9,5. ഈ പോയിന്റ് 9,5 ആണോ? എന്തെങ്കിലും ഡിഫറൻസ് വരുമോ വൈയില്? ഇല്ല. കാര്യം ഹൊറിസോണ്ടലി ആണ് വ്യത്യാസം വന്നത്. അതായത് 3ന്ന് 6 കൂടുന്നു, 9ലേക്ക് എത്തുന്നു, ഹൈറ്റ് കൂടുന്നില്ല. ഇനി 9ന്ന് 5, 9,5ന്ന് 2 ആഡ് ചെയ്യണം. ഏതിലാണ് 2 ആഡ് ചെയ്യേണ്ടത്? ബിക്കോസ് ഇറ്റ് ഇസ് എ ഹൈറ്റ് അല്ലെ? മുകളിലോട്ടാണ് കൂടേണ്ടത്. അപ്പൊ 5ന്നാണ് 2 കൂടേണ്ടത്. സോ വാട്ട് വിൽ ഗെറ്റ്? 9,7. മനസ്സിലായോ? 3,5 ഉണ്ട്, അതിലേക്ക് എക്സിലാണ് ആഡ് ചെയ്യേണ്ടത്, പ്ലസ് എക്സ് ആണ് ചെയ്യേണ്ടത് 6. അപ്പൊ യു ഗെറ്റ് 9,5. ഈ 9,5ന്ന് ഞാൻ മുകളിലേക്ക് പ്ലസ് വൈ ആണ് ചെയ്യേണ്ടത്. എത്ര? 2. അപ്പം 5 എന്നുള്ളത് എത്രയായി മാറും? 9,7. അല്ലാതെ ചുമ്മാ കൊണ്ടുപോയി ആ 2 എന്നുള്ളത് 9,5ലെ 9ഉം കൊണ്ടുപോയി ഇടരുത്. അപ്പൊ 11,7 എന്നൊക്കെ പറഞ്ഞു കിട്ടും. അങ്ങനെയല്ല. ഇതിന്റെ ബേസിക് ഡിഫറൻസ് ഇതാ, ബേസിക് ഐഡിയ ഇതാണ്. എക്സ് കോർഡിനേറ്റില് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയും ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് എ ന്യൂ പോയിന്റ്. വൈ കോർഡിനേറ്റ് ചേഞ്ച് ആവില്ല. വൈ കോർഡിനേറ്റിൽ വൈ കോർഡിനേറ്റ് ആണ് ഡിഫറൻസ് എങ്കിൽ അതിനെ പ്ലസ് ഹൈറ്റ് അല്ലെങ്കിൽ പ്ലസ് വെർട്ടിക്കൽ ഹൈറ്റ് നമ്മൾ ആഡ് ചെയ്യണം. അതായത് +2 ആഡ് ചെയ്യണം ടു ദ വൈ കോർഡിനേറ്റ്. അണ്ടർസ്റ്റുഡ്? സോ വി ഗോട്ട് ദ വെർട്ടെക്സ് ആസ് 9,7. അണ്ടർസ്റ്റുഡ്? ദിസ് ഇസ് ദ ഐഡിയ. സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു ബേസിക് എക്സ് കോർഡിനേറ്റിലെയും വൈ കോർഡിനേറ്റിലെയും പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് പോയാൽ മതി. Now let's see another question.
The coordinates of three vertices of a parallelogram are given. Find the coordinates of the vertex C. അപ്പൊ ഇവിടെ നമുക്കൊരു പാലോഗ്രാം ഉണ്ട്, അതിന്റെ കോർഡിനേറ്റ്സുകൾ തന്നിട്ടുണ്ട്. യു നീഡ് ടു ഫൈൻഡ് ദിസ് വെർട്ടെക്സ് സി. എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സിമ്പിൾ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇറ്റ്സ് എ ട്രിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മുമ്പത്തെ പോലെ തന്നെ റൈറ്റ് ട്രയാങ്കിൾ ഒക്കെ വരച്ച് ചെയ്ത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ ചെയ്യാം. ബട്ട് അതിനേക്കാളും സിമ്പിൾ ഒരു പാലോഗ്രാം തന്നിട്ടുണ്ട്. അതിന്റെ നിങ്ങൾക്കറിയാം പാലോഗ്രാമിലെ ഓപ്പോസിറ്റ് വേർട്ടെക്സുകൾ, അതായത് ഇപ്പം ബിയും ഡിയും ആണല്ലോ ഓപ്പോസിറ്റ് വേർട്ടെക്സുകൾ. ഇത് എയും സിയും ഓപ്പോസിറ്റ് വേർട്ടെക്സാ. ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് വേർട്ടെക്സുകൾ അറിയാവുന്ന വേർട്ടെക്സുകൾ ഉണ്ടോ? അറിയാം അല്ലെ. ബിയും ഡിയിലെയും രണ്ട് വേർട്ടെക്സ് ഉണ്ട്. ബിയും ഡിയും നമുക്ക് എല്ലാം അറിയാം. സിയും എയിലെ സിനെ പറ്റി ഒന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ സി വേർട്ടെക്സ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വിധിയുണ്ട്. സി എന്ന് പറയുന്നത് ലെറ്റ് സി ഇസ് ഈക്വൽ ടു സി കോമ ലെറ്റ് സി ഇസ് ഈക്വൽ ടു എക്സ് കോമ വൈ. പി എക്സ് പ്ലസ് വൈ, എക്സ് കോമ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡിയും ബിയിലെയും വേർട്ടെക്സുകളെ ആഡ് ചെയ്യുക. അതായത് എക്സിലും ആഡ് ചെയ്യുക എക്സ് കോർഡിനേറ്റുകൾ 4+8. അതായത് ഡിയിലെ ആഡ് ചെയ്തു, ബിയിലെ ആഡ് ചെയ്തു, മൈനസ് എയിലെ വാല്യൂ അത് എത്ര? 2. അത് ഓപ്പോസിറ്റ് കിടക്കുന്നല്ലേ, ഡയഗണലി സെയിം ആയിട്ടുള്ള ഡയഗണലി കിടക്കുന്ന രണ്ടെണ്ണം ആഡ് ചെയ്യുക, മൈനസ് നെക്സ്റ്റ് ഡയഗണലി കിടക്കുന്നത് മൈനസ് ചെയ്യുക, -2 കോമ. ഇനി ഇതോ y കോർഡിനേറ്റ് ആഡ് ചെയ്യുമ്പോൾ 6 + 4 മൈനസ് വൈയുടെ എത്രയാണ്? ഇവിടുത്തെ എയുടെ 2 ആണ്. സോ ഇതെന്തായിരിക്കും കിട്ടുക? 4+8 12 - 2 comma 6 + 4 is 10 - 2. അതായത് 12 - 2 is 10 comma 8 - 2 is 8. So the point C എന്ന് പറയുന്നത് 10,8 ആണ് ഇതിന്റെ വേർട്ടെക്സ്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് നമുക്ക് ഓപ്പോസിറ്റ് വേർട്ടെക്സുകളെ നോൺ ആണെന്ന് വിചാരിക്കാം. നമുക്കറിയാം 4ഉം 6ഉം അറിയാം, 8ഉം 4ഉം അറിയാമല്ലോ. ഇങ്ങനെ കിടക്കുന്ന ഓപ്പോസിറ്റ് വേർട്ടെക്സിലെ രണ്ട് വേർട്ടെക്സുകൾ എക്സിലെ 2 ആഡ് ചെയ്യുക. അതായത് 4ഉം 8ഉം ആഡ് ചെയ്തു, മൈനസ് ഇനിയും എയും സിയിലെ എ ഓപ്പോസിറ്റ് ഡയഗണലിൽ കിടക്കുന്നതിൽ ഒരു വേർട്ടെക്സ് ആണ് അല്ലെ. അപ്പൊ അതിനെ എന്താണ്? സബ്ട്രാക്ട് ചെയ്യണം. സെയിം ലൈനിൽ കിടക്കുന്നതിനെ ആഡ് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയഗണൽ ലൈനിൽ കിടക്കുന്നതിനെ മൈനസ് ചെയ്യുക to get the unknown fourth vertex. Understood? ഇങ്ങനെ എക്സും വൈയും ചെയ്തിട്ടുണ്ടെങ്കിൽ you will find the vertex C. കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യാം. Find the coordinate of the fourth vertex and you know the three vertex of a parallelogram. മുമ്പത്തെ പോലെ തന്നെ കണ്ടീഷൻ നോക്കിയേ. ഇവിടെ ഇപ്പൊ അൺനോൺ ആയിട്ടുള്ളത് ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. അപ്പം എയും സിയും അറിയത്തില്ല, ബിയും ഡിയും അറിയാം. അറിയാവുന്നതിനെ രണ്ടിനെയും ഒന്ന് ആഡ് ചെയ്ത് അപ്പൊ ലെറ്റ് C of x, y എന്ന് പറയുന്നത് എന്താണ്? What is your x എന്ന് പറയുന്നത്? 2 + 5. അതായത് എക്സുകളെല്ലാം ആഡ് ചെയ്യുന്നു, മൈനസ് എ ഓപ്പോസിറ്റ് ആണല്ലോ, അപ്പൊ -1 ചെയ്യണം, കോമ. ഇതാണ് നിങ്ങളുടെ എക്സ് കിട്ടുക. ഇനി വൈയോ 5 + 4 ഡയഗണലി കിടക്കുന്ന ആഡ് ചെയ്തു, ഓപ്പോസിറ്റ് ലൈനുള്ളത് മൈനസ് ചെയ്തു, -3. ദിസ് ഇസ് സിംപ്ലസ്റ്റ് സ്റ്റെപ്പ്. സോ 2 + 5 7 - 1 comma 5 + 4 is 9 - 3. 7 - 1 6 വരും, 9 - 3 6 കിട്ടും. So the coordinate of C is 6,6. Within the seconds നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നത്. Understood? Now let's see the another question. The rectangle has sides parallel to the axis. The coordinates of one pair of opposite vertices are 2, 1 and 7, 5. Find the coordinates of the other two opposite vertices. ഇപ്പൊ ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? ഇത് റെക്ടാംഗിൾ ആണ് ആൻഡ് ഇറ്റ് ഇസ് പാരലൽ ടു ദ ആക്സിസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ നമ്മുടെ സപ്പോസ് ഇപ്പൊ എക്സ് ആക്സ് ആയിട്ട് എടുക്കുക, ഇതിപ്പോ നിങ്ങളുടെ വൈ ആക്സ് ആയിട്ട് എടുത്തോ. അപ്പൊ എക്സ് ആക്സിൽ ഞാൻ പറഞ്ഞു പോയിന്റ്സിൽ എന്തിലാണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് മാറുക. ഇവിടെയോ? ഇവിടെ നമുക്ക് വെർട്ടിക്കലി സിന്ന് ബിയിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് മാറുക. അപ്പൊ ഈ പോയിന്റിന്റെ ബിയുടെ ഫസ്റ്റ് പോയിന്റ് എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 7, ബിക്കോസ് ഇറ്റ് ഇസ് ലൈങ് ഇൻ ദ സെയിം ലെവൽ ആസ് സി ആണല്ലോ. ഹൈറ്റിൽ ഡിഫറൻസ് ഉണ്ട്, അപ്പൊ അത് 5 ആയിരിക്കത്തില്ല, ബട്ട് 1 ആണ്. കാര്യം ഇറ്റ് ഇസ് ലൈങ് വിത്ത് ദ സെയിം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലെ. വിത്ത് എയില് 2, 1 ആണ്, ആ ഹൈറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ബിയും അതേപോലെ 7, 1. അതായത് നമ്മുടെ എക്സ് ആക്സിസിൽ 7, 1 കിടക്കുന്നു. സി എന്ന് പറയുന്നത് മോളിൽ കിടക്കുന്ന പോയിന്റ് 7, 5. സോ ഡി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
ഇപ്പൊ ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ലൈങ് വിത്ത് സെയിം ഹൈറ്റ് സി. സിയുടെ ഹൈറ്റ് എന്താ വരിക? y.5 വരും. ആൻഡ് എക്സ് കോർഡിനേറ്റോ 7 ആണോ? അല്ല. കാര്യം ഇതിന്ന് അത്രയും ഡിഫറൻസ് ഉണ്ട്, ഹൊറിസോണ്ടലി മാറിയാണ്. അപ്പൊ ഈ പോയിന്റ് ആണല്ലോ വരുന്നത് 2. അതേ ഇതായിരിക്കും ഇവിടെയും വരിക. സോ ദിസ് ഇസ് എ 0.21 ആൻഡ് ദിസ് എ 0.25 ആൻഡ് ഹിയർ ബി എന്ന് പറയുന്നത് 7.1 ആൻഡ് 7.5 മുകളിലോട്ടും വരും. അണ്ടർസ്റ്റുഡ്? ദിസ് ഇസ് ഹൗ വി ഷുഡ് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ റെക്ടാങ്കിൾ. നൗ let's see, ഇതിപ്പം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു റെക്ടാങ്കിൾ ആണ്. The sides of a rectangle are parallel to the axis. One pair of opposite vertices are A24. 24 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന പോയിന്റ് ആണ്. നമ്മൾ പ്ലോട്ട് ചെയ്ത് തന്നെ കൊടുക്കാം. ഇനി C68 ആണ്. 68 എന്ന് പറയുമ്പോൾ corresponds to this point. അപ്പൊ ഈ രണ്ട് പോയിന്റ്സും ആക്ച്വലി the opposite vertices of a rectangle. One pair of opposite vertices are A point ആണ് ഇത്. This is a C. Find the coordinates of the other two vertices. അപ്പൊ ഈ പോയിന്റിനെ നമുക്ക് താഴേക്ക് ജോയിൻ ചെയ്യാമല്ലോ. ജോയിൻ ചെയ്യുമ്പം ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ദിസ് ഇസ് യുവർ പോയിന്റ് ബി. ഏതാണ് ആ പോയിന്റ്? ഇറ്റ് ഈസ് 6,4 ആണല്ലോ. നൗ ഇഫ് യു ജോയിൻ ഓവർ ഹിയർ, ഈ പോയിന്റ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് ദ ഫോർത്ത് വെർട്ടെക്സ് ഡി. ഫോർത്ത് വെർട്ടെക്സ് ഇപ്പൊ നമ്മൾ ഗ്രാഫിൽ തന്നെ വരയ്ക്കുന്നുണ്ട്. ഡി പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 2,8 ആയിരിക്കും. സോ ബി ഇസ് അറ്റ് 6,4 ആൻഡ് യുവർ ഡി ഇസ് അറ്റ് 2,8. യു ക്യാൻ ചെക്ക്. എ എന്ന് പറയുന്നത് 2,4 ആണ്, സി എന്ന് പറയുന്നത് 6,8 ആണ്. അപ്പൊ ഹൈറ്റ് സെയിം ആണ്, എക്സ് ഡിഫറൻസ് ആണ്. സോ അത് 2ന്റെ തന്നെ ആയിരിക്കും. കാര്യം ഇറ്റ് ഇസ് അറ്റ് 2 ഡിസ്റ്റൻസ് അവേ ഫ്രം ദ വൈ ആക്സിസ്. ഇത് നമ്മുടെ വൈ ആക്സിസും ഇത് നമ്മുടെ എക്സ് ആക്സിസും ആണല്ലോ. സോ ദിസ് ഇസ് ഹൗ വി ഷുഡ് ഫൈൻഡ് ദി കോർഡിനേറ്റ്സ്. The last question. The figure shows a parallelogram with the coordinates of its vertices. Prove that x1 plus x3 is equal to x2 plus x4 and y1 plus y3 is equal to y2 plus y4. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഒന്ന് ജോയിൻ ചെയ്യാം. ഈ പാരലോഗ്രാമിനെ രണ്ടിനെയും ജോയിൻ ചെയ്യുമ്പം യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ഫസ്റ്റ് ലൈൻ ഇച്ചിരൂടെ കറക്റ്റ് ആവാനുണ്ട്. ഈ രണ്ട് ലൈൻ ഡയഗണൽസ് ജോയിൻ ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റ് പി ആണെന്ന് വിചാരിക്കുക, എക്സ് വൈ. ആൻഡ് ദിസ് പി എക്സ് വൈ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മിഡ് പോയിന്റ് ആണ്. എന്താണ്? ഇറ്റ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ഡയഗണൽ. ലെറ്റ് ഇറ്റ് ബി എ ബി സി ആൻഡ് ഡി എന്നുണ്ടെങ്കിൽ മിഡ് പോയിന്റ് ഓഫ് എ സി ആൻഡ് ബി ഡി. ബി ഡിയുടെ രണ്ടിന്റെ കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് പി ഓഫ് എക്സ് വൈ. ആൻഡ് ഈ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചല്ല, എ സിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക, ബി ഡിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ചെക്ക് ഇറ്റ്. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് മിഡ് പോയിന്റ് ഓഫ് എ സി. മിഡ് പോയിന്റ് ഓഫ് എ സി കണ്ടുപിടിക്കാൻ വി ഹാവ് വാട്ട് ഇസ് ദ ഇക്വേഷൻ? എക്സ് എ സി ആണ്. എക്സ് എ സി ആകുമ്പോൾ അതിന്റെ മിഡ് പോയിന്റ് x1 plus x3 ഡിവൈഡഡ് x1 plus x3 ഡിവൈഡഡ് ബൈ 2 കോമ y1 plus y3 ഡിവൈഡഡ് ബൈ 2 ആണല്ലോ. നൗ what about the midpoint of BD? Midpoint of BD എന്ത് വരും നോക്കിയേ? പോയിന്റ് x4 ഉം x2 ഉം കൂടെ കണക്ട് ചെയ്യുന്നതാണ് അല്ലേ? അതേപോലെ y2 y4. സോ x2 plus x4 ഡിവൈഡഡ് ബൈ 2 കോമ y2 plus y4 ഡിവൈഡഡ് ബൈ 2. നമുക്കറിയാം ഈ രണ്ട് മിഡ് പോയിന്റുകളും ജോയിൻ ചെയ്യുന്ന സെയിം പോയിന്റ് ആണ് പി ഓഫ് എക്സ്. സോ വി കൻ കമ്പയർ ഇറ്റ്, റൈറ്റ്? ദേ ആർ ഈക്വൽ പോയിന്റ്സ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് കോർഡിനേറ്റുകൾ ഒന്ന് കമ്പയർ ചെയ്തേ. കമ്പയറിംഗ് ദി എക്സ് കോർഡിനേറ്റ്. സോ യു ഗെറ്റ് x1 plus x3 divided by 2 is equal to x2 plus x4 divided by 2. ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 ക്യാൻസൽ ആവും. x1 plus x3 is equal to x2 plus x4 എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ y കോർഡിനേറ്റുകൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അതായത് ഇതും ഇതും കൂടെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y1 plus y3 by 2 is equal to y2 plus y4 divided by 2. 2 കട്ടായി പോവും. ആൻഡ് we get എന്താണ് കിട്ടുന്നത്? y1 plus y3 is equal to y2 plus y4. Is that we require?
യെസ്, നമുക്ക് വേണ്ടിയതും അത് തന്നെയാണ്. സോ നമുക്കറിയാം ഒരു പാരഗ്രാമിലെ രണ്ട് ഡയഗണൽസ് ജോയിൻ ചെയ്യുന്നത് സെയിം പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലാണ്. ആ സെയിം പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് പി ഓഫ് എക്സ് വൈ. സോ മിഡ് പോയിന്റ് ഓഫ് എ സി ആൻഡ് മിഡ് പോയിന്റ് ഓഫ് ബി ഡി എടുക്കുക. എക്സ് കോർഡിനേറ്റുകളും വൈ കോർഡിനേറ്റും കമ്പയർ ചെയ്യുക. വി ഗെറ്റ് ദ ആൻസർ. Now let's have a quick recap of what we have discussed. So we have seen coordinate geometry helps us in locating a point in a space, especially when flights and aircrafts to locate the positions. And we have seen all points of the same y coordinate are on a line parallel to the x-axis ആയിരിക്കും. And the distance between such pair of points is the difference of their x coordinate. Now, when all points with the same x coordinates are on a line parallel to the y-axis ആണെങ്കിൽ distance between such pair of points is the difference between their y coordinates. And based on this, we have seen some problems, and keep on working and keep on solving more and more problems, and you will get to know the more interesting things of this section. Thank you. Manorama Horizon, learning made simple.